ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയണത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി 3-4 ഉണ്ടാക്കി ഏട്ടനെ കഴിക്കാനായിട്ട് കൊടുത്ത് ആളിനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ രാവിലെ ചപ്പാത്തിക്ക് കടലക്കറി, കടല എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, പച്ചപ്പട്ടാണി, അതാണ് കറി വെക്കണത്. അതിനുള്ള തേങ്ങയൊക്കെ ചിരവി ഞാൻ അരപ്പൊക്കെ ചേർത്ത് കറിയൊക്കെ കടുക്. കുട്ടികൾ രണ്ടുപേരും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ, അത് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ പോയതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് നിന്നത്. അപ്പോൾ പിള്ളേർ എണീറ്റ് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ്. പിന്നെ അടുക്കളയിൽ ഏകദേശം പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പാത്രം കഴുകലും അടിച്ചു വാരലും എല്ലാം ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ സമയത്തിനും കാലത്തിനും ഒന്നും നേരത്തിനൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇത്തിരി സമയമാവും. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ലെങ്കിൽ എന്നത്തെയും പോലെ പണ്ടത്തെ പോലെയൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് വന്നാൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ചപ്പാത്തിയൊക്കെ കുറച്ച് ഉണ്ടാക്കി അതിന് ഏട്ടനെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, അത് കൂട്ടി ഏട്ടൻ കഴിച്ചു. ആൾ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള കറി ഉണ്ടാക്കി. അങ്ങനെ ഞാനിതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ട് ഇവിടെ ഇപ്പോൾ ചപ്പാത്തി 1-2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. കാരണം ഉച്ചയ്ക്ക് ചോറ് വെച്ചാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഉണ്ടാവും. പിന്നെ കുറച്ച് ചോറ് ഉണ്ടാവുമ്പോൾ പിന്നെ ചപ്പാത്തി പരത്തി ഉണ്ടാക്കാനൊന്നും വയ്യാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു 2 കരണ്ടി മാവെടുത്ത് മിക്സിയിൽ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താൽ നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് റെഡിയാവും. അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പോൾ ഗോതമ്പ് ദോശ. ഇപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഗോതമ്പ് ദോശയാണ് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ പിന്നെ പരത്തണം, ഉണ്ടാക്കണം, പിന്നെ ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്, അത് തന്നെ കഴിക്കും. പിന്നെ ഉള്ള ചോറ് ബാക്കിയാവും. അതുകൊണ്ടിപ്പോൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. അധികം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ദോശയാണ്. ചപ്പാത്തിയൊക്കെ നമ്മുടെ ഈ ഒരു അടുക്കളയിൽ കുറേ ദിവസമായിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇന്നലെ വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ സാധാരണ നമ്മൾ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വിഷു ഗംഭീരമായിട്ട് ഓണത്തിൻ്റെ അത്ര സെലിബ്രേറ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ. രാവിലെ കണി കണ്ടെണീറ്റാൽ പിന്നെ പടക്കം പൊട്ടിക്കലും അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് കഞ്ഞി ഉണ്ടാക്കും, അതൊക്കെ തന്നെയാണ് കേട്ടോ. വിഷു സദ്യ ഒന്നും ഞങ്ങൾ അധികം അങ്ങനെ ഒരുക്കാനായിട്ടൊന്നും നിൽക്കില്ല. ഞങ്ങൾ ഒരു സാമ്പാറും ഒരു ഉപ്പേരി, പപ്പടം, അല്ലെങ്കിൽ പായസമൊക്കെ അപൂർവമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. വിഷുവിനൊന്നും അങ്ങനെ ഞാൻ പായസമൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി വിഷുവൊക്കെ നന്നായി ഞങ്ങൾ ആഘോഷിച്ചു, പായസം ഉണ്ടാക്കി, സദ്യ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും വിശേഷം അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. സമയം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട്. അവരൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും അതെല്ലാം കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. ഒപ്പം ഞാനും കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ രാവിലെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇത് ഇന്നലെ ഏട്ടൻ വരുന്ന സമയത്ത് ഇളന്നം കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇളന്നെന്നാണ് പറയണത്. ഇത് പിന്നെ നൊങ്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ പാലക്കാട് ഇളന്നെന്ന് പറയും കേട്ടോ. നൊങ്ക് എന്ന് പറയുന്നത് തമിഴ്നാട് ഏരിയയിലാണ് അങ്ങനെ പറയണത്. ഇനിയിപ്പോൾ ഇതിന് വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ.
അപ്പോൾ ഈ ഒരു നൊങ്ക് എന്ന് പറയുന്നത് ഇപ്പം നാട്ടിലൊന്നും അങ്ങനെ കിട്ടാനില്ല കേട്ടോ. പണ്ടൊക്കെ സുലഭമായിട്ട് കിട്ടിയതാണ്, ഇഷ്ടം പോലെ കിട്ടും, നമുക്ക് ഇത് കഴിച്ച് മതിയാവും. പക്ഷേ ഇപ്പോൾ മരുന്നിന് പോലും ഒന്നും എടുക്കാനില്ല കേട്ടോ. ഇല്ലാണ്ടല്ല, പക്ഷെ നമുക്ക് കിട്ടാനില്ല ഇവിടെ. അപ്പോൾ ഇന്നലെ ഏട്ടൻ എവിടെ നിന്നോ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ വിഷുക്കണിക്കൊക്കെ നൊങ്കൊക്കെ വെക്കാറുണ്ട്, പക്ഷെ നമുക്കതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നൊങ്ക് അല്ലെങ്കിൽ ഇളന്നനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ വിഷു സമയത്ത് ഇതുപോലെ വിഷുവൊക്കെ കഴിഞ്ഞ് പിന്നെയൊക്കെ ഇതുപോലെ നിറയെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ വേനൽക്കാലത്ത് നല്ലൊരു ദാഹശമനിയും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കരിക്കൊക്കെ കുടിക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതുകൊണ്ട് പലതരത്തിലുള്ള ഷെയ്ക്കുകൾ, നൊങ്ക് ഷെയ്ക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ നമുക്ക് ഇവിടെ 3-4 ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കഴിക്കാനുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഞാനിതുപോലെ നൊങ്ക് കിട്ടിയപ്പോൾ ഞാൻ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നൊങ്ക് ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റാണ്. പാലും ബൂസ്റ്റൊക്കെ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 3-4 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊന്ന് ചേർത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഇളന്നൻ ചേർത്തുക എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിനാണ് ഞങ്ങളുടെ ഭാഷയിൽ ചേർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇളന്നനൊക്കെ ചേർത്ത് പിള്ളേർക്കും കൊടുത്തു. പിന്നെ ഞാനും അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ നൊങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഈ നൊങ്ക് വെച്ചിട്ട് വേറൊരു പ്രയോജനവും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കുടിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ കഴിക്കാൻ മാത്രമല്ല നൊങ്ക്. അപ്പോൾ ഞാൻ അടുക്കളയുടെ പിന്നാലെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ നൊങ്ക് കഴിക്കാൻ മാത്രമല്ല, നമുക്ക് ഇതൊരു എന്താ പറയുക, സൗന്ദര്യ സംരക്ഷണവും കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഒരു റെമഡിയും കൂടെ ഇതിൽ അടങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂട് കാലത്താണ് എപ്പോഴും ഈ നൊങ്ക് കിട്ടുക. അതായത് ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഈ നൊങ്ക് ഇളന്നം കിട്ടും. അപ്പോൾ ഇവിടെ ചൂട് കാലത്തായ എല്ലായിടെയും ചൂട് കാലം പ്രത്യേകിച്ച് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാലമാണ്. അതുപോലെ തന്നെ ചൂട് കാലത്ത് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ചൂട് കുരുവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും പ്രായഭേദമൊന്നുമില്ല. അത് ചൂട് കുരു വരാൻ, ശരീരത്ത് ചൂട് കൂടുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് ചൂട് കുരു വരുന്ന ഒരു ഇതിൽ കൂടിയാണ്. അപ്പോൾ ആ ചൂട് കുരു മാറാൻ ഇത് ബെസ്റ്റ് മരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ അടുക്കളയൊക്കെ ഓലപ്പരയായിരുന്നു. ഓലപ്പര കൊണ്ടാണ് അടുക്കള ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ മേയും കേട്ടോ. അതായത് ഇത് ഈ വേനൽക്കാലത്തൊക്കെ പട്ടയൊക്കെ വെട്ടി ഓലയൊക്കെ മേയുന്ന സമയമാണ്. അപ്പോൾ പട്ടയൊക്കെ വെട്ടുന്ന സമയത്താണ് ഇത് പനയിന്ന് വരുന്നതാണല്ലോ, പനയിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അപ്പോൾ പട്ട വെട്ടുമ്പോൾ ഇത് കൊലയായി വെട്ടിയിടും. ഇഷ്ടംപോലെ കുടിക്കാനും കിട്ടും നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, സൗന്ദര്യ സംരക്ഷണം, അതായത് നമ്മുടെ ശരീരത്തുണ്ടാവുന്ന ഈ ചൊറിച്ചൽ, ചൂടുകുരു, അതിനൊക്കെ ഒരു പ്രതിവിധിയാണ്. നല്ല അടിപൊളി മരുന്നാണ് കേട്ടോ. അപ്പോൾ നൊങ്ക് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ ചൂടുകുരു പൊന്തുന്ന ആ ഭാഗത്തൊക്കെ നമുക്ക് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അതിൽ വേറെ ഒന്നും ചേർക്കണ്ട. ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ കഴുത്തിലും കയ്യിൽ, മുതുകത്ത്, മുഖത്തൊക്കെ വരും ചൂടുകുരു, എല്ലാവിടെയും വരും. എല്ലാവിടെയും ഇതെടുത്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം ചെയ്താൽ അത്രയും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ചൂടുകുരുവൊക്കെ മാറും. അപ്പം ഞങ്ങൾ പണ്ട് ഇതേപോലെ ചൂടുകുരുവൊക്കെ വരുന്ന സമയത്ത് ഇതാണ് തേക്കുന്നത്. അന്ന് നിറയെ ഇഷ്ടം പോലെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, പെരയൊക്കെ മേയുന്ന സമയത്ത് ഇളനീനൊക്കെ ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ നാട്ടിൽ പാലക്കാട് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ കുറേയൊക്കെ കുടിക്കും, കുറേയൊക്കെ മുഖത്ത് വാരത്തേക്കും, കയ്യിലും. എനിക്ക് ഈ കയ്യിലും ഈ കഴുത്തിലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഇന്നലെ വന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ചൂട് കാണാൻ പറ്റുന്നതോ അറിയില്ല, ഭയങ്കര ചൊറിച്ചിലുണ്ട്, നല്ലോണം ചൂടുകുരു പൊന്തിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ചൂടുകുരു മാറാനായിട്ട് നമ്മുടെ ഇളന്നൻ തേക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ണ് കുടിച്ചിട്ടില്ല, ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഇത് നമുക്കിങ്ങനെ തേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയും എനിക്ക് ഈ കണ്ണിൻ്റെ ഇവിടെയാണ് കേട്ടോ ചൂടുകുരു പൊന്തുന്നത് ഇപ്പോൾ കുറേ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ കയ്യിലൊക്കെ ഉണ്ടാവും, പിന്നെ മുതുകത്ത്. ഇപ്പം പിന്നെ അങ്ങനെ ചൂട്ടത്തൊന്നും ഇറങ്ങണില്ലല്ലോ. കുട്ടികളാകുമ്പോഴാണ് പൊതുവേ നിറയെ അങ്ങനെ വെയിലത്ത് കളിക്കുന്നത്. ആ സമയത്ത് ദേഹം മൊത്തം ചൂടുകുരു അയക്കുക. അപ്പോൾ ഇത് മൊത്തം അങ്ങോട്ട് തേച്ചിരുന്നാൽ 2-3 പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ അത് മാറും കേട്ടോ. ചൂടുകുരു അത്രയും നല്ല എഫക്റ്റുള്ള നല്ല അടിപൊളി മരുന്നാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തേക്കണത്? ഒന്നുമില്ല, ഇതിനെടുത്തിട്ട് നമ്മുടെ ഇളന്നനെടുത്തിട്ട് ശരീരത്ത് എവിടെയൊക്കെയാണോ ചൂടുകുരു അവിടെയൊക്കെ തേച്ച് കൊടുക്കുക. ഞാനതൊന്ന് തേക്കട്ടെ കേട്ടോ.
അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് തേക്കാൻ പോവുകയാണ്. എനിക്ക് കുറച്ച് മതി, കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം. കണ്ണിൻ്റെ ഈ ഭാഗത്ത് തടുപ്പായിട്ടുണ്ട്. ആഹാ, നല്ലൊരു സുഖം, നല്ല നീറ്റൽ ചൊറിഞ്ഞിട്ടേ. മുഖത്തെല്ലാവരും ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇളനം തന്നെയല്ലേ, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. കുറച്ച് നേരം വെച്ചിട്ട് ഇത് കഴുകിക്കളയാം. മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഇതവിടെയാണ് കേട്ടോ, എൻ്റെ കഴുത്തിൽ നല്ലോണം ഉണ്ട് കേട്ടോ. കാണില്ല എന്നാ തോന്നുന്നു ക്യാമറയിൽ. കഴുത്തിൽ നല്ലോണം വരുന്നുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ചൂട് കുരുവിനുള്ള മരുന്നൊക്കെ, അതായത് പൗഡറൊക്കെ ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ വീണ്ടും ഇന്നലെ പെട്ടെന്ന് വന്നിട്ടുണ്ട്. കഴുത്തിലിട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കയ്യിലൊക്കെ വരുമ്പോൾ കയ്യിലും മുഖത്തും കാലിലും എല്ലാവിടെയും ഉണ്ടെങ്കിൽ എല്ലാവിടെയും തേച്ച് കൊടുക്കട്ടെ. 1-2 തവണയൊക്കെ കിട്ടുകയാണെങ്കിൽ തേച്ച് കൊടുത്താൽ നല്ലതാണ്. പിന്നെ ചൂട് കുരുവിന് മരുന്ന് പറഞ്ഞാൽ ഇത്. പിന്നെന്താണ്, ആദ്യത്തെ മഴ വരുമല്ലോ, പുതുമഴ വരുമ്പോൾ അത് നമ്മൾ നിന്ന് നനഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പുതുമഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ചൂട് കുരു പെട്ടെന്ന് മാറും, പിറ്റേ ദിവസം തന്നെ മാറും കേട്ടോ. അങ്ങനെയും ചെയ്യാം. നമ്മുടെ പണ്ടത്തെ ഓരോ മരുന്നുകളാണ്. അന്നൊന്നും ഈ സൺസ്ക്രീമും അല്ലെങ്കിൽ എന്താണ് ചൂട് കുരുവിനുള്ള മരുന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചൂട് കുരു മാറിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ പറയും. ഇതവിടെ ചുവന്ന് നീറുന്നുണ്ട്. അപ്പം നമ്മുടെ ചൂട് കുരുവിനുള്ള മരുന്നൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം നിൽക്കാം. ഞാൻ കുളിച്ചിട്ടില്ല, എന്തായാലും കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം മരുന്നൊക്കെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെ പണികളൊക്കെ തീരുമ്പോഴേക്കും ഇതും അങ്ങനെ എല്ലാവരുടെയും പിടിച്ച് കിട്ടും. അപ്പം ഞാനെന്തായാലും നമ്മുടെ ചൂട് കുരുവിനുള്ള മരുന്നൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യട്ടെ, അപ്പോഴത്തേക്ക് അതൊന്ന് പിടിച്ച് കിട്ടും. അങ്ങനെ ഇളന്നനൊക്കെ കുടിച്ച്, പിന്നെ ഇളന്നൻ്റെ ആ ഒരു ഔഷധ ഗുണമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ്, പിന്നെ ഇളന്നം വെച്ചിട്ട് നമ്മുടെ ചൂട് കുരുവിനുള്ള മരുന്നൊക്കെ അങ്ങോട്ട് തേച്ചിട്ട് ഞാനിതാ വേഗം തന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് നിന്നുട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീട് മാത്രമേ തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അടുക്കള തുടയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നിതാ എന്തായാലും അടുക്കളയിൽ പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഒന്ന് തുടച്ച് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് വേണം. ഇനിയിപ്പോൾ തുണികളൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തുണി അലക്കലും കുളിയും, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അങ്ങനെ പരിപാടികളൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ സമയം ഒരു 10-10:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിലാകുമ്പോഴത്തേക്കും പുറത്തുള്ള പണികളൊക്കെ തീർക്കണം. പൊതുവേ നമ്മൾ എന്താണ് ഒരു 10-11 മണിയൊക്കെ ആവട്ടെ എപ്പോഴും തുണി കഴുകി കുളിക്കാനൊക്കെ ആകുമ്പോഴേക്കും. അത്രയും സമയം 12 മണിയൊക്കെ ആവും. രാവിലത്തെ പണികൾ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കലും അല്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്ന് ചാരുമോൾക്ക് ഡാൻസ് ക്ലാസ് ഉച്ചതിരിഞ്ഞാണ് കേട്ടോ, 2 മണിക്ക് ശേഷമാണ് ക്ലാസ്. അപ്പോൾ അവൾ ക്ലാസ്സിന് പോകണം. അപ്പോഴത്തേക്കും ചോറും കറിയൊക്കെ ആക്കണം. അതുകൊണ്ട് തന്നെ ഞാനിതാ വേഗം ഓടിപ്പാഞ്ഞുകൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ വേഗം അങ്ങോട്ട് ചെയ്തു വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചാരുമോൾ ഡാൻസ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 5:30 വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 5:30 വിടുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് വീട്ടിൻ്റെ അവിടേക്കുള്ള ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ വിളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുവരെയും കൊണ്ടാക്കാനോ വിളിക്കാനോ ഒന്നും വരാറില്ല. അപ്പോൾ അവൾ എന്നും പറയും എന്നെ ഒത്തിരി കൊണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നൂടെ, അമ്മയ്ക്കിപ്പോൾ പഴയ പോലെ അല്ലല്ലോ, വണ്ടി ഉണ്ടല്ലോ, സൗകര്യം കൂടിയപ്പോൾ വയ്യാതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. ബസ്സുള്ളത് കൊണ്ട് നീ വരിക, തിരിച്ച് പോവുകയാണെങ്കിലും ബസ് സൗകര്യം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ്സിൽ തന്നെ വരാനായിട്ട് പറയും. അപ്പോൾ ഇന്ന് പിന്നെ അത്രയും പറഞ്ഞതുകൊണ്ട് പിന്നെ ബസ്സും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാനങ്ങനെ ഡാൻസ് ക്ലാസ്സിലേക്ക് വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ഡാൻസ് ക്ലാസ്സൊക്കെ എത്തി. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ നിന്ന്
ക്ലാസ്സൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് എപ്പോഴും പോകുമ്പോൾ ഞാൻ കൊണ്ടാക്കും, തിരിച്ച് വിളിച്ചിട്ട് വരും ഒക്കെ ചെയ്യും കേട്ടോ. അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ പോകാൻ നേരം ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും. ക്ലാസ് കഴിയോളം ഇരിക്കും അവിടെ ഉറങ്ങിയിട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കും. എനിക്കാണെങ്കിൽ ഉറക്കം പതിവാണല്ലോ. അപ്പോൾ അന്നും ഇതുപോലെ തന്നെയാണ്, കൊണ്ടാക്കും, അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും. പിന്നെ 5 മണിയാകുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വരും. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ പോകാനായിട്ട് തുടങ്ങിയല്ലോ. പാലക്കാട് വരെ സ്കൂളിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോകണത് കൊണ്ട് തന്നെ ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ കൊണ്ടാക്കാറൊന്നുമില്ല. കൊണ്ടാക്കാനും പോവില്ല, വിളിക്കാനും പോവില്ല. സമയത്തിനുള്ള ബസ്സൊക്കെ അവൾക്ക് അറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൾ ബസ്സിന് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിക്ക് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോണ വഴിക്ക് അങ്ങനെ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമയം ഒരു 5:30-ക്കൊക്കെ പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവളെയും വിളിച്ചിട്ട് പോയിട്ട് അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്യൂട്ടി പാർലറിലേക്ക് ഇപ്പോൾ എന്തിനാണ് പോകണമെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. പുരികമൊക്കെ ത്രെഡ് ചെയ്തിട്ട് കുറേ കാലമായിട്ട്, കുറേ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം അങ്ങോട്ട് ബ്യൂട്ടി പാർലറിലേക്കൊന്നും വരാറില്ല. അപ്പോൾ ഇവിടെ വിഷുവിന് ഞാൻ പോകണമെന്ന് വിചാരിച്ചു. വിഷുവിന് പോകാനായിട്ട് പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇവിടെ ഉത്സവമൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് പാർലറിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും ശാരുവും കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആണ്ടിൽ അമാവാസിക്കാണെങ്കിലും വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്താലല്ലേ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പോണ ആൾക്കാരുണ്ട്, പാർലറിൽ പോയി അവരുടെ സൗന്ദര്യ സംരക്ഷണമൊക്കെ നടത്തുന്നവരുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണല്ലേ. നമുക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, ഞാനങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴൊക്കെയാണ് ഞാൻ അധികം വരാറുള്ളത്. അതും വന്നാലും ത്രെഡിങ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പട്ടിയൊക്കെ ഉണ്ട്, പട്ടിയല്ല നായുണ്ട്. നമ്മളെ കണ്ടാൽ അങ്ങനെ കുരയ്ക്കുകയൊന്നുമില്ല. അവനെ പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുരയ്ക്കില്ല കേട്ടോ. ആണുങ്ങൾ വന്നാൽ മാത്രമേ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേടിയില്ലാണ്ട് വരാം. പിന്നെ കൂട്ടിലായതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് ആ പാർലറിലേക്ക് എത്തി. ഇനിയിപ്പോൾ എന്തായാലും പാർലറിൽ വന്ന് ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമാണല്ലേ. എനിക്കൊക്കെ ഫേഷ്യൽ ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയോ, അവരിങ്ങനെ മുഖത്ത് ഇങ്ങനെ തേക്കുമ്പോൾ ഭയങ്കര നല്ല സുഖമാണ്. പുരികം എടുക്കുമ്പോൾ അത്ര സുഖമൊന്നുമില്ല, നല്ല വേദനയാണ്. അല്ലാതെ നമുക്കിങ്ങനെ തലയൊക്കെ മസാജ് ചെയ്യുക അല്ലെങ്കിൽ മുഖമൊക്കെ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമാണല്ലേ. അപ്പോൾ കുറേ കാലത്തിന് മുമ്പൊക്കെയാണ് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഫേഷ്യലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ വിട്ടുപോയിരിക്കുകയാണല്ലോ, ടച്ചൊക്കെ വിട്ടുപോയിരിക്കുകയാണ്. എന്നാലും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, നല്ല സുഖമുള്ളൊരു പരിപാടിയാണല്ലേ ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കെന്തായാലും ത്രെഡ് ചെയ്ത് തരുന്ന ആൾ നിസ്സാരക്കാരിയൊന്നും അല്ല കേട്ടോ. സെലിബ്രിറ്റികൾക്കൊക്കെ മേക്കപ്പ് ഇടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ കുറച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെ അറിയണമെന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റാറ്റസ് നമ്മളിങ്ങനെ നോക്കുമല്ലോ, ബ്രൈഡൽ മേക്കപ്പും എല്ലാ മേക്കപ്പും. അപ്പം ഞാൻ പോയാൽ എന്നെ വലിയ യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പോൾ അവിടെ വന്നിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ, യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ പറയുന്നത്, എന്നെക്കാളും വലിയ ഒരാളല്ലേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, എന്താണ് സെലിബ്രിറ്റികളുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തല്ലേ ഞാൻ വന്നിരിക്കണമെന്നൊക്കെ ഞാനും പറയുന്നുണ്ട്. അപ്പോൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ നല്ല പരിചയമാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി നിസ്സാരക്കാരിയൊന്നുമല്ല, നമ്മുടെ ഞങ്ങളുടെ അഭിമാനമാണ് കേട്ടോ നമ്മുടെ ശ്രീപ്രിയ. അപ്പോൾ എന്തായാലും കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഇതാ ത്രെഡിങ് ഒക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഇല്ലുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം എന്നെ പിടിച്ചിരുത്തി അത് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ഫേഷ്യലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ അവിടെ പൊരിഞ്ഞ സംസാരത്തിലാണ് കേട്ടോ, ഈ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.
രണ്ട് സൈഡ് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ്. ഞാൻ ഇളവുന്നില്ലേ വെച്ചു. ഐസ് ക്യൂബ് വെക്കാറില്ല വീട്ടിൽ, അതാണ്. ഐസ് ക്യൂബ് വീട്ടിൽ ഫ്രിഡ്ജിൽ കഴിക്കുന്നത്. ഐഫോൺ. സെലിബ്രിറ്റികളുടെ ഐഫോൺ